നെക്സ്റ്റ് നമുക്ക് ലിമിറ്റിലെ കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഞാൻ ഇതിൻ്റെ തിയറി ഒന്നും പറയുന്നില്ല, കാരണം തിയറി എല്ലാം പറഞ്ഞു വരുമ്പോഴേക്കും ഒരുപാട് വീഡിയോ ആകും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എക്സാം എടുത്തതല്ലേ, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പ്രോബ്ലംസ് മാത്രം ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 x³ - x² + 1. ഇവിടെ ഈ ലിമിറ്റ് എന്തിൻ്റെ ലിമിറ്റാണ് കണ്ടത്? x³ - x² + 1. അത് നമുക്കറിയാം ഒരു പോളിനോമിയലാണ്. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എന്ന് പറയുമ്പം നമ്മൾ ഫസ്റ്റ് ഏത് ലിമിറ്റ് കാണാൻ പറഞ്ഞാലും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. അതായത് എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിൻ്റെ ലിമിറ്റിൻ്റെ തിയറിയൊക്കെ കുറച്ച് കൂടുതൽ പറയാനുള്ളതാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ തക്ക വിധത്തിൽ മാത്രം ക്ലാസ് എടുക്കുകയാണ് കേട്ടോ. അത് മനസ്സിലാക്കണം. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല അത് പറയേണ്ടത്. അപ്പോൾ ഇവിടെ എക്സ് ടെൻസ് ടു 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന ഈ പോളിനോമിയലിൽ എക്സ് കാണുന്നിടത്തിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? x³ 1³ minus x² 1² plus 1. This is equal to 1³ 1, 1² 1 plus 1. This is 1. ഇതാണ് ലിമിറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 1 plus x plus x² plus etc plus x raised to 10. ഇതും ഇപ്പം 1 + x + x² + etc എന്ന് പറയുന്നത് ഒരു പോളിനോമിയലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എക്സിന് എക്സ് ടെൻസ് ടു -1 ആണ്. -1 എന്ന് പറഞ്ഞാൽ എക്സിന് -1 കൊടുക്കേണ്ടി വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ ഫസ്റ്റിൽ 1 ആണ് പ്ലസ് എക്സിന് -1 കൊടുക്കുക പ്ലസ് x² -1 ഹോൾ² കൊടുക്കുക പ്ലസ് എക്സെട്ര പ്ലസ് -1 റേസ് ടു 10. This is equal to 1 plus -1. 1ഉം -1ഉം ക്യാൻസൽ ആയിപ്പോയി, 0 ആയി. -1 ഹോൾ² എന്ന് പറഞ്ഞാൽ 1 പ്ലസ് അടുത്ത ടേം -1 ഹോൾ³ ആണ്. ഹോൾ³ എന്താവും? ഹോൾ³ -1 ആവും. അടുത്തത് -1 റേസ് ടു 4 ആണ്, അത് +1 ആകും. ഇങ്ങനെ പോയിട്ട് ഒന്നിടവിട്ട് 1ഉം -1ഉം വരും. എന്നിട്ട് -1 ഹോൾ റേസ് ടു 10 എന്ന് പറയുന്ന അവസാനത്തത് എന്തായിരിക്കും? അവസാനത്തത് 1 ആയിരിക്കും. അപ്പം 1ലാണ് അവസാനിക്കുന്നത്. അപ്പം ഈ 1ഉം -1ഉം ക്യാൻസലായി, ഈ 1ഉം -1ഉം ക്യാൻസലായി. ഈ ലാസ്റ്റത്തെ 1ൻ്റെ തൊട്ട് മുന്നേ ഒരു -1 ഉണ്ടായിട്ടുണ്ടാവും. അപ്പം അതും ക്യാൻസലാകും. അതും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ നോക്കി നോക്കാം നമുക്ക് എത്ര എണ്ണം ഉണ്ട് എന്ന്. 1 പ്ലസ് -1 പ്ലസ് സ്ക്വയർ വരുമ്പം 1, ക്യൂബ് വരുമ്പം -1, ക്വാഡ്രാപ്പിൾ വരുമ്പം 1, 5 വരുമ്പം -1, 6 വരുമ്പം 7 വരുമ്പം 8 വരും. ഇത് 1 ആണ്. 8 വരുമ്പം 9 വരുമ്പം 10 വരുമ്പം ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്തു, ഇത് കട്ട് ചെയ്തു, ഇത് കട്ട് ചെയ്തു, ഇത് കട്ട് ചെയ്തു, ഇത് കട്ട് ചെയ്തു. അവസാന ആൻസർ 1 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1 ആണ്. ഇത്രയും സിമ്പിളാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ്. അടുത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x × x + 1. ഇതിലും ഇതുപോലെ x × x + 1 എന്ന് പറഞ്ഞാൽ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? x × x x² പ്ലസ് x × 1 x. ദിസ് ഈസ് എ പോളിനോമിയൽ. അപ്പോൾ എക്സ് ടെൻസ് ടു 3 എന്ന് പറയുമ്പോൾ എക്സ് കാണുന്നിടത്തിൽ 3 ഇട്ട് കൊടുക്കുക. അപ്പം 3² + 3 ദാറ്റ് ഈസ് 9 + 3 12 എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 x² + 1 ഡിവൈഡഡ് ബൈ x + 100. ഇതിപ്പം മുകളിൽ x² + 1 ഉണ്ട്, അതൊരു പോളിനോമിയലാണ്. താഴെ x + 100 ഉണ്ട്, അതും ഒരു പോളിനോമിയലാണ്. അപ്പോൾ രണ്ട് പോളിനോമിയലിൻ്റെ കോഷ്യൻ്റാണിത്. അതായത് ഇതൊരു റാഷണൽ ഫങ്ഷനാണ്.
അപ്പോൾ റാഷണൽ ഫംഗ്ഷൻ ആവുന്ന കേസിലും നമ്മൾ ആസ് ബിഫോർ നമ്മൾ പോളിനോമിയലിൽ ചെയ്തതുപോലെ എക്സ് ടെൻസ് 1 എന്ന് പറയുമ്പോൾ എക്സിന് 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 സ്ക്വയർ പ്ലസ് 1/1 പ്ലസ് 100 എന്ന് വരും. ദിസ് ഈസ് 1 സ്ക്വയർ 1 പ്ലസ് 1 2/101. ഇതാണ് ആൻസർ, 2/101. ഇങ്ങനത്തെ പ്രോബ്ലം റാഷണൽ ഫംഗ്ഷൻ ആവുന്ന സമയത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്യുക. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ചില സമയത്ത് വേറൊരു പ്രോബ്ലം വരും, അത് ഞാൻ ആ പ്രോബ്ലം വരുന്ന സമയത്ത് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x³ മൈനസ് 4x² പ്ലസ് 4x ബൈ x² മൈനസ് 4. ഈ പ്രോബ്ലത്തിൽ ഞാൻ എക്സ് ടെൻസ് ടു 2 ആണ്, മുകളിൽ പോളിനോമിയൽ താഴെ പോളിനോമിയൽ, അതിൻ്റെ കോഷ്യൻ്റ് ആയതുകൊണ്ട് റാഷണൽ ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക എക്സിന് 2 ഇട്ട് കൊടുക്കുക. 2 ഇട്ട് കൊടുത്താൽ 2³ മൈനസ് 4 ഇൻറ്റു 2 സ്ക്വയർ, 4 ഇൻറ്റു 2 സ്ക്വയർ 4 പ്ലസ് 4 ഇൻറ്റു 2 8 ബൈ 4 മൈനസ് 4. ദിസ് ഈസ് ഈക്വൽ ടു 8 മൈനസ് 16 പ്ലസ് 8 ബൈ 0. ഇവിടെ 8 പ്ലസ് 8 16, 16 മൈനസ് 16 0. ഇത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 0/0 എന്നാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക 0/0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അതായത് നമ്മളൊരു റാഷണൽ ഫംഗ്ഷനിൽ എക്സ് ടെൻസ് ടു 2 ഇട്ട് കൊടുത്തിട്ട് മുകളിലും താഴെ നമുക്കൊരു വാല്യൂ കിട്ടുകയാണെങ്കിൽ ആ വാല്യൂ ഇപ്പം സേ ഒരു 3/0 ആണ് കിട്ടിയതെങ്കിൽ പോലും 3/0ൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. അതുപോലെ 0/4 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 0 ആണ്. അങ്ങനെയല്ലാതെ ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ ആണെങ്കിൽ ആ നമ്പർ അതൊക്കെ അങ്ങനെ എഴുതാം. അതൊക്കെ ഫൈനൽ ആൻസർ അതായിരിക്കും. എന്നാൽ ചില കേസിൽ ഇതുപോലെ 0/0 എന്ന് വരും. 0/0 വന്നാൽ അതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അപ്പം അവിടെ നമ്മൾ ലിമിറ്റ് കണ്ടുപിടിച്ചില്ല എന്നാണ് അതിൻ്റെ മീനിങ്. ഈ വഴിക്ക് പോയാൽ നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ 0/0 എന്ന് വരാനുള്ള കാരണം ഇവിടെ എന്താണെന്ന് നോക്കുക. ഇവിടെ എക്സ് ടെൻസ് ടു 2 അല്ലേ. ഇപ്പോൾ എക്സ് ടെൻസ് ടു a ആണെങ്കിൽ എക്സ് മൈനസ് a എന്ന് പറയുന്നത് ഈ റാഷണൽ ഫംഗ്ഷൻ്റെ മുകളിലും താഴെയും ഫാക്ടർ ആയതുകൊണ്ടാണ് ഇതിന് 0/0 എന്ന് വന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെയാണെങ്കിൽ എ എന്ന് പറയുന്നത് 2 ആണ്. അതായത് എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് മുകളിലും വരും താഴെയും വരും. അതിനോട് എന്തോ ഒരു സാധനം മൾട്ടിപ്ലൈ ചെയ്തതാണ് ബാക്കിയുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സിന് 2 ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുത്താൽ 2 - 2 0 വരും. താഴെ എക്സിന് 2 ഇട്ട് കൊടുത്താൽ 2 - 2 0 വരും. അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ലിമിറ്റ് 0/0 ഫോം വരുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0/0 ഫോം വന്നിട്ടുണ്ടെങ്കിൽ മുകളിലും താഴെയുള്ള പോളിനോമിയലിൽ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം മുകളിലും താഴെ നിങ്ങൾക്ക് എക്സ് മൈനസ് 2 കോമൺ ആയിട്ട് കിട്ടും. ആ എക്സ് മൈനസ് 2 നിങ്ങൾ ക്യാൻസൽ ചെയ്തതിന് ശേഷം പിന്നെ വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. എന്നാൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. അപ്പം നിങ്ങളിവിടെ നോക്കുക, ഇവിടെ മുകളിൽ എന്താ ഉള്ളത്? x³ മൈനസ് 4x² പ്ലസ് 4x. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അപ്പം നോക്കുക, എല്ലാത്തിലും എക്സ് ഉണ്ട്. അപ്പോൾ എക്സ് പുറത്തേക്ക് എടുത്തു. എക്സ് പുറത്തേക്ക് എടുത്താൽ x³ എക്സ് പുറത്തേക്ക് എടുത്താൽ ബാക്കി x² മൈനസ് 4x² എക്സ് പുറത്തേക്ക് എടുത്താൽ 4x. 4x എക്സ് പുറത്തേക്ക് എടുത്താൽ 4. ഇങ്ങനെ കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇതെന്തിൻ്റെ എക്സ്പാൻഷനാണ്? ദിസ് ഈസ് എക്സ് മൈനസ് 2 ദി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ്. ഇതുപോലെ താഴെ x² മൈനസ് 4 ഉണ്ട്. x² മൈനസ് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x² മൈനസ് 2² ദാറ്റ് ഈസ് a² മൈനസ് b². a² മൈനസ് b²ൻ്റെ ഫോം a മൈനസ് b ഇൻറ്റു a പ്ലസ് b ആണ്. അപ്പോൾ a മൈനസ് b എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 2, a പ്ലസ് b എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 2. ഇനി നമ്മൾ ലിമിറ്റ് കാണാൻ പോകുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. അപ്പം നിങ്ങൾ ആദ്യം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവിടെ 0/0 എന്ന് എഴുതണേ. അതിനുശേഷം എഗെയിൻ ഇത് തന്നെ എടുക്കുക.
ഇത് തന്നെ എടുക്കുന്ന സമയത്ത് മുകളിലുള്ളത് എന്തായി? ഇപ്പം മുകളിലുള്ളത് എക്സ് ഇൻറ്റു എക്സ് മൈനസ് ടു ദി ഹോൾ സ്ക്വയർ ആണ്. താഴെ എന്താ ഉള്ളത്? താഴെ എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് പ്ലസ് ടു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എക്സ് ടെൻസ് ടു ആകുമ്പം എക്സ് മൈനസ് ടു മുകളിലും താഴെയും വരുന്നത് കൊണ്ടാണ് 0/0 ഫോം വരുന്നത്. അപ്പോൾ ഇവിടെ മുകളിലും എക്സ് മൈനസ് ടു ഉണ്ട്, താഴെയും എക്സ് മൈനസ് ടു ഉണ്ട്. അപ്പോൾ എക്സ് മൈനസ് ടു ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ടു, എക്സ് ഇൻറ്റു എക്സ് മൈനസ് ടു ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ടു. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന സമയത്ത് എക്സിന് 2 കൊടുത്താൽ 2 ഇൻറ്റു 2 മൈനസ് 2 ബൈ 2 പ്ലസ് 2, ദാറ്റ് ഈസ് 2 ഇൻറ്റു 0 ബൈ 4, ദാറ്റ് ഈസ് 0/4 ഈക്വൽ ടു 0. നമുക്ക് വാല്യൂ കിട്ടി. ഇതാണ് ലിമിറ്റ്. ഇപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് ക്യൂബ് മൈനസ് 2x സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഇതുപോലെ തന്നെ എക്സിന് 2 കൊടുക്കുക. റാഷണൽ ഫംഗ്ഷനാണ്, മുകളിലും താഴെയും പോളിനോമിയലാണ്. അപ്പം 2 കൊടുത്താൽ 2 ക്യൂബ് മൈനസ് 2 ഇൻറ്റു 2 സ്ക്വയർ ബൈ 2 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 2 പ്ലസ് 6 ഈക്വൽ ടു 8 മൈനസ് 8 ബൈ 4 മൈനസ് 10 പ്ലസ് 6 മൈനസ് 4. അപ്പോൾ ഇത് 0/0. അപ്പോൾ 0/0 ആയതുകൊണ്ട് ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അപ്പോൾ നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കണം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു, ഇവിടെ മുകളിലത്തേൽ രണ്ടിലും എക്സ് സ്ക്വയർ കോമൺ ഉണ്ട്. അപ്പോൾ എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ആദ്യത്തെ ടേമിൽ എക്സ് ക്യൂബ് എന്ന എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുത്താൽ ബാക്കി എക്സ് വരും. മൈനസ് 2x സ്ക്വയർ എന്ന എക്സ് സ്ക്വയർ പുറത്തെടുത്താൽ 2 വരും. ഡിവൈഡഡ് ബൈ താഴെ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6, എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കുക. എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac, 4 ഇൻറ്റു 6 ബൈ 2a ഈക്വൽ ടു 25 മൈനസ് 24 എന്ന് പറയുന്നത് 1 ആണ്. 1ൻ്റെ റൂട്ട് 1 ആണ്. അപ്പോൾ 5 പ്ലസ് ഓർ മൈനസ് 1/2, ദാറ്റ് ഈസ് 5 പ്ലസ് 1 6/2, 3, 5 മൈനസ് 1 4/2, 2. അപ്പോൾ 3ഉം 2ഉം ആണ് അതിൻ്റെ റൂട്ട്സ്. നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് എഴുതാം. അതായത് റൂട്ട്സ് എയും ബിയും ആണെങ്കിൽ അതിനെ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി, അതായത് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബിന്ന് ആ പോളിനോമിയലിന് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ 3ഉം 2ഉം ആണ് റൂട്ട്. അതുകൊണ്ട് ഇതിനെ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് എഴുതാം. ഇപ്പം കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എക്സ് ടെൻസ് ടു 2 ആണെങ്കിൽ എക്സ് മൈനസ് 2 മുകളിലും താഴെയും വന്നിട്ടുണ്ടാവുന്നു. അപ്പോൾ ഇവിടെ മുകളിലുള്ള എക്സ് മൈനസ് 2ഉം താഴെയുള്ള എക്സ് മൈനസ് 2ഉം കട്ട് ചെയ്യുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് സ്ക്വയർ ബൈ എക്സ് മൈനസ് 3. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. 2നെ ഇതിലിട്ട് കൊടുക്കുന്നു. അപ്പോൾ 2 സ്ക്വയർ ബൈ 2 മൈനസ് 3, ദാറ്റ് ഈസ് 4 മൈനസ് 1 ഈക്വൽ ടു മൈനസ് 4 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 4 ബൈ എക്സ് ക്യൂബ് മൈനസ് 4x സ്ക്വയർ പ്ലസ് 4x. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം തന്നെയാണ്. അത് ഒന്ന് തല തിരിച്ചിട്ടു എന്നേ ഉള്ളൂ. ഇതിൽ ഇതുപോലെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 സ്ക്വയർ 4 മൈനസ് 4 0 ബൈ താഴെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0/0 വരും. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. എക്സ് സ്ക്വയർ മൈനസ് 4നെ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് എഴുതാം. താഴെ എക്സ് കോമൺ ഉണ്ട്. എക്സ് കോമൺ ഉള്ള പുറത്തെടുത്താൽ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 എന്ന് വരും. അതിൽ ഈ സാധനം എന്താ? എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഒരു എക്സ് മൈനസ് 2 കട്ട് ചെയ്തു. ഒരു എക്സ് മൈനസ് 2 കട്ട് ചെയ്താൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2.
ഇതിൽ 2 എക്സിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം 2 + 2 by 2 × 2 - 2. That is 4/2 × 0. That is 4/0. That is equal to infinity. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇത് ഇൻഫിനിറ്റീവ് നിങ്ങൾക്ക് പറയാനായിട്ടില്ല. നിങ്ങളിത് വിച്ച് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ മതി. വിച്ച് ഈസ് നോട്ട് ഡിഫൈൻഡ്. സീറോനെ കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ അല്ല, അതുകൊണ്ട് നോട്ട് ഡിഫൈൻഡ് എന്ന് കാണിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ലിമിറ്റ് x → 1 x - 2 by x² - x minus 1/x³ - 3x² plus 2x. ഇതാണ് അടുത്തതായിട്ട് കാണേണ്ടത്. സോ ഇവിടെ എക്സിന് 1 ഇട്ട് കൊടുത്താൽ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1 - 2/1² - 1 minus 1/1 - 3 plus 2. 1 - 2 എന്ന് പറയുന്നത് -1/0 - 1/2 3 കുറച്ച് 0. അപ്പോൾ ഇത് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോമാണ്. അപ്പോൾ ഇതും ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. കാരണം ഈ 0/0 എന്താണെന്ന് നമുക്കറിയില്ല, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇത് ഇൻഫിനിറ്റി ഫോമാണ്. അപ്പോൾ ഇതിൽ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോം വരാൻ കാരണം ഇവിടെ ഒരു റാഷണൽ ഫങ്ഷൻ മൈനസ് മറ്റൊരു റാഷണൽ ഫങ്ഷൻ അങ്ങനെ വന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിന് ഒറ്റ ഒരു റാഷണൽ ഫങ്ഷൻ ആക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യുക, അതിന് നമ്മൾ LCM മെത്തേഡ് അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എടുക്കുക. ഇതിനെ ആദ്യം ഒന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ഇവിടെ x → 1 എന്നാണ് പറയുന്നത്. x → 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എന്ത് കോമൺ ആയിട്ട് ഉണ്ടാകും അവിടെ കോമൺ ആയിട്ട് ഒരു x - 1 ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോം വന്നത്. അപ്പോൾ ആദ്യം തന്നെ അത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോവുക. അപ്പോൾ x - 2/x² - x x കോമൺ എടുത്താൽ x - 1 കിട്ടും. മൈനസ് 1/ താഴെ x³ - 3 ഇതിൽ ഫുള്ള് x ഉണ്ട്, അതുകൊണ്ട് x പുറത്തേക്ക് എടുക്കുന്നു. x പുറത്തേക്ക് എടുത്താൽ x² - 3x² plus 2 എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു ഇതിൽ x² - 3x² plus 2 ഉണ്ട്. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. അതിന് നമുക്കിത് നോക്കി നോക്കാം. x² - 3x² plus 2 = 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് കാണാൻ -b ± b² minus 4ac/2a എന്ന് പറഞ്ഞാൽ 3 ± 1/2. ദാറ്റ് ഈസ് 2ഉം 1ഉം. അതായത് ഈ സാധനത്തിന് പകരം നമുക്ക് എന്ത് എഴുതാം, x - 2 × x - 1 എന്ന് എഴുതാം. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഒന്നുകിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക അല്ലെങ്കിൽ LCM എടുക്കുക. അപ്പോൾ LCM എടുക്കാൻ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പറയാം. ഇവിടെ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എന്താ വരിക, x - 2 × x - 2 × x - 1 മൈനസ് ഇനി ഇപ്പുറത്തെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം x × x - 1 ഡിവൈഡഡ് ബൈ താഴെ ഉള്ളതിനെ എല്ലാം എഴുതുക, x - 1 × x - 2 × x - 1 ഇങ്ങനെ കിട്ടും. ഈ മുകളിൽ രണ്ടോടത്തിലും x - 1 ഇവിടെ കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ആ x - 1നെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ x - 1 പുറത്തേക്ക് എടുത്താൽ ബാക്കി x - 2 × x - 2 മൈനസ് x ഡിവൈഡഡ് ബൈ താഴെ x × x - 1 × x - 2 × x - 1 x - 1 മുകളിലും താഴെയും
മുകളിലും താഴെയും -1 കട്ട് ചെയ്തു. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്നത് x-2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x² മൈനസ് x-2 -4x പ്ലസ് 4 മൈനസ് എക്സ് ബൈ താഴെ x ഇൻറ്റു x-1 ഇൻറ്റു x-2 ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് മുകളിലത്തേനെ എഴുതിയാൽ x² -4x മൈനസ് എക്സും ചെയ്താൽ എത്ര വരിക? -4x പ്ലസ് 4 ഇവിടെ എക്സിൻ്റെ ഒരു മിനിറ്റ് x ഇൻറ്റു x-1 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇങ്ങോട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്തു ബൈ താഴെ വരുമ്പോൾ x ഇൻറ്റു x-1. ഓക്കെ, ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ x² മൈനസ് 5x പ്ലസ് 4 x² മൈനസ് 5x പ്ലസ് 4 ഇവിടെ ഏതോ ഒരു വാല്യൂ തെറ്റിയിട്ടുണ്ടല്ലോ. x² മൈനസ് 4x പ്ലസ് 4 മൈനസ് 1. ഇവിടെ ഒരു എക്സ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു എക്സ് ഉണ്ടായിരുന്നു, അത് മറന്നുപോയി. ഒരു എക്സ് ഉണ്ടാകുമ്പം ഈ എക്സ് ഇവിടെ x² ഉണ്ടാവും, ഈ എക്സിനെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, അപ്പം ഒരു എക്സും കൂടി നമ്മൾ പുറത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എക്സ് ഉണ്ടാവില്ല, ഇവിടെ 1 ആണ് ഉണ്ടാവുക. അപ്പം താഴെ ഒരു എക്സും കൂടി ഉണ്ടാവും, ആ എക്സും ഈ എക്സും വെട്ടിപ്പോകും. അപ്പോൾ ഇത് x² മൈനസ് 4x പ്ലസ് 4 മൈനസ് 1 ആയിരിക്കും. അപ്പോൾ ഇത് x² മൈനസ് 4x പ്ലസ് 4 മൈനസ് 1 3 ആണ് ഡിവൈഡഡ് ബൈ താഴെയുള്ളത്. ഇനി x² മൈനസ് 4x പ്ലസ് 3 ഇതുപോലെ നമുക്ക് ചെയ്യാം. x² മൈനസ് 4x പ്ലസ് 3 x ഈക്വൽ ടു 0 മൈനസ് b പ്ലസ് ഓർ മൈനസ് b² മൈനസ് 4ac ബൈ 2a ഈക്വൽ ടു 4 പ്ലസ് ഓർ മൈനസ് 4ൻ്റെ റൂട്ട് 2 ബൈ 2 3ഉം 1ഉം. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു x1ഉം 3ഉം റൂട്ട്സ് ആണെങ്കിൽ x-1ഉം x-3ഉം ആയിരിക്കും ഫാക്ടർ. അപ്പോൾ അത് എഴുതി ഇൻറ്റു x ഇൻറ്റു x-1 ഇൻറ്റു x-2. ഇനി ഇവിടെ ലിമിറ്റ് ചെയ്താൽ കാണാൻ പറഞ്ഞാൽ x ടെൻസ് ടു 1 ആണ്. അപ്പം ഇവിടെ ലിമിറ്റ് x ടെൻസ് ടു 1 എഴുതി സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ x-1ഉം x-1ഉം മുകളിലും താഴെയുണ്ട്, അതിനെ ക്യാൻസൽ ചെയ്തു. അപ്പം മുകളിൽ x-3 ഉണ്ട്. x-3ൽ എക്സിന് 1 കൊടുത്താൽ 1 - 3 ബൈ താഴെ എക്സിന് 1 കൊടുത്തു, x-2ന് 1 - 2 കൊടുത്തു. 1 - 3 എന്ന് പറഞ്ഞാൽ -2 ആണ് ഡിവൈഡഡ് ബൈ 1 - 2 എന്ന് പറഞ്ഞാൽ -1 ആണ്. -1 ഇൻറ്റു 1 -1 ആണ്. മൈനസും മൈനസും പ്ലസ് ആയി 2/1 എന്ന് പറഞ്ഞാൽ 2 കിട്ടി. അങ്ങനെ നമ്മളായിട്ട് ആൻസറും കണ്ടുപിടിച്ചിരിക്കുന്നു. ഓക്കെ, അടുത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട, നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം.